ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ അശ്വതീസ് ഡ്രീം വിത്ത് നിധി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? അപ്പോഴേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു വിളവെടുപ്പ് വീഡിയോ ആയിട്ടാണ്. എൻ്റെ ഹോം ഗാർഡനിലുള്ള പച്ചക്കറികളുടെ ഒരു ചെറിയൊരു വിളവെടുപ്പാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചീരയൊക്കെ ഇതിനു മുന്നേ ഞാൻ വിളവെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോഴേ നിലത്ത് നട്ടിരിക്കുന്ന കുറച്ച് ചീരകൾ വിളവെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് കണ്ടിച്ചെടുക്കാമേ. നല്ല പൊക്കത്തിലൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ ചീര. നല്ല ഗ്രോത്ത് ഉണ്ട്. നാളെ ചീരയുടെ കെയറിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കാണണേ. രാവിലെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷമൊന്നും വേറെ തന്നെയാണല്ലേ. നമ്മൾ രാവിലെ ഉറക്കമെഴുന്നേറ്റിട്ട് നമ്മൾ നട്ട ചെടിയിൽ നിന്ന് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് എടുത്ത് നമുക്കത് ഒരു അടുക്കളയിലെത്തേക്ക് ഒരു കറിക്കുള്ളൊരു വക കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ എനിക്ക് ചീര വിളവ് തന്നിട്ടുണ്ട്. എനിക്ക് വേറെ അല്ലാണ്ട് പച്ചച്ചീരയൊക്കെ ഉണ്ട്. അത് ബാൽക്കണിയിലാണ്. ഇതിപ്പം നിലത്ത് താഴെ നട്ടിരിക്കുന്നതാണ്. അതൊന്നും പാകമാവാറായിട്ടില്ല. വിളവിന് പാകമാവാറായിട്ടില്ല. പാകമാവുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഇടുന്നതാണേ. ഇപ്പം ഇത്രയും ചീര കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ചില ചീരകൾ ഒരു കുടയിലത്ര പൊക്കമുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. കുട പിടിക്കുന്ന കണക്ക് വേണമെങ്കിൽ പിടിച്ചുകൊണ്ട് നിൽക്കാം ഈ ചീരയൊക്കെ. അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു സന്തോഷമാണിത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്കും സന്തോഷം തോന്നുന്നുണ്ടാവും അല്ലേ? എന്തായാലും സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ ചീര ഇത്ര മാത്രമേ ഞാൻ വിളവെടുക്കുന്നുള്ളൂ. അടുത്തത് നമുക്ക് ബാക്കി വിളവെടുപ്പിലൊക്കെ പോവാം. ചീരയുടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ നീല കാന്താരിയിലൊക്കെ കാന്താരി മുളകൊക്കെ പാകമായിരിക്കുകയാണ്. ഇതാണ്ടോ, കാന്താരി മുളക് പാകമാകുമ്പോഴത്തേക്ക് നീലയിൽ ഇങ്ങനെ പച്ച ഒരു ഷെയ്ഡ് വരും. ഇപ്പം പാകമായെന്നാണ്, വിളഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ മുളക്. ഒരുപാട് വിളവ് തരുന്നൊരു ഇനമാണ് ഈ മുളക്. കാണാൻ വിളവിനേക്കാളും നല്ലത് നമുക്ക് കാണാൻ ഭയങ്കര ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഭംഗി തോന്നുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ മുളക് ഇറുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ഞെട്ടോടുകൂടി ഇറുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞെട്ട് മുളക് ചെടിയിൽ നിർത്തിയിട്ടെടുക്കുകയാണെങ്കിൽ പുതിയ മുളക് വരുന്നത് തടസ്സമാവും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഞെട്ടോടുകൂടി തന്നെ ഇറുക്കാനായിട്ട് ശ്രമിക്കണം. എനിക്ക് ഒരുപാട് സ്ഥലത്തൊന്നും കൃഷിയില്ല. എന്നാലും വളരെ കുറച്ച് സ്ഥലത്താണെങ്കിലും അത്യാവശ്യം എനിക്ക് വേണ്ടുന്നതെല്ലാം ഒരുവിധം എല്ലാം ഞാനിവിടെ തന്നെയാണ് കൃഷി ചെയ്തെടുക്കാറ്. അപ്പം നമുക്ക് ഇത്ര നീല കാന്താരിയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ പച്ച കാന്താരിയിലും മുളക് നിൽപ്പുണ്ട്. അതൊന്ന് പിച്ചാമേ. ഇതിനൊക്കെ ഞാൻ കൊടുക്കുന്ന വളമെന്ന് വെച്ചാൽ നമ്മൾ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കും. പിന്നീട് ജൈവ സ്ലറി എന്ന് വെച്ചാൽ നമ്മുടെ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകം ഇവയെല്ലാം കൂടെ ചേർത്തൊരു മിക്സ് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന് 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് പുളിച്ചതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലോട്ട് നേർപ്പിച്ച് 4 ഇരട്ടി വെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാറ്റിനും പുറമെ നമ്മൾ ഈ മുളക് ചെടി നടുന്ന ചട്ടിയായാലും പോട്ടായാലും ഗ്രോ ബാഗായാലും എന്തായാലും ശരി തന്നെ, നമ്മൾ നടുന്ന മീഡിയം എന്താണോ അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മണ്ണിളക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അതല്ലെങ്കിൽ മണ്ണ് കട്ട പിടിച്ച് മുളക് ചെടി നശിച്ച് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഞ്ഞ ശല്യം ഒഴിവാക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വേപ്പെണ്ണ മിശ്രിതം തളിച്ചു കൊടുക്കാറുണ്ട്, സ്പ്രേ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു മുന്നത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻകൗണ്ടർ എന്നും പറഞ്ഞൊരു മരുന്ന്. അത് 2 തുള്ളി 2 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് മുളക് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുളകിൻ്റെ മുരടിപ്പൊക്കെ മാറി നമ്മുടെ മുളക് വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നതാണ്. 2 മുളകിൽ നിന്നും കൂടി ഇത്ര മുളക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോവയ്ക്ക പിച്ചാനായിട്ട് പോവാമേ. കണ്ടോ ഗൈസ്, എൻ്റെ കോവയ്ക്കാൾ ഇതൊക്കെ അങ്ങ് നാശമായി പോയതാണ്. ഇപ്പോഴത്തേക്ക് വീണ്ടും ഒന്ന് മരുന്നൊക്കെ ചെയ്ത്
വീണ്ടും ഒന്ന് മുറിച്ച് ചുവടെല്ലാം വെട്ടിക്കൊടുത്ത് നന്നായിട്ടൊന്ന് മാറ്റിയൊക്കെ നട്ടിപ്പം വീണ്ടും ഒന്ന് എനർജി ആയിട്ട് അവർ വരുന്നതേ ഉള്ളൂ. കോവയ്ക്ക നിറച്ച് കോവയ്ക്ക പിടിച്ചിട്ടുണ്ട്. കോവയ്ക്കും ഞാൻ കൊടുക്കുന്ന വളം സെയിം വളം തന്നെയാണ് കൊടുക്കുന്നത്. മുളകിനൊക്കെ കൊടുക്കുന്ന അതേ വളം തന്നെയാണ് കോവയ്ക്കും കൊടുക്കുന്നത്. അപ്പം ഗൈസ്, എനിക്ക് ഇത്ര കോവയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് ദിവസം മുന്നേ ഞാൻ പിച്ചിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ ചോദിക്കും ഇതൊക്കെ നമുക്ക് വളരെ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ടായിരിക്കും. അല്ല, അങ്ങനെ ചിന്തിക്കരുത്. നമ്മളെ സ്വന്തം കൈ കൊണ്ട് മറ്റാരുടെ ഹെൽപ്പില്ലാതെ നമ്മൾ നട്ട് വളർത്തിയ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വിളവ് ലഭിക്കുന്നത് നാടൻ പച്ചക്കറികളാണ്. കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്ത് വരാത്തതാണ്. നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ മുറ്റത്തിറങ്ങി നമുക്ക് പോയി സ്വന്തമായിട്ട് വിളവെടുത്ത് കൊണ്ടുവന്ന് നമുക്ക് അടുക്കളയിൽ പാചകം ചെയ്യാൻ കഴിയുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഞാനിതിൽ വളരെ ഹാപ്പിയാണ്. ഇനി നമുക്ക് നമ്മുടെ അഗസ്തിക്കുട്ടൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അഗസ്തിക്കുട്ടനിൽ പൂവൊക്കെ പിടിച്ചിട്ടുണ്ട്. പിച്ചിയെടുക്കുവാണേ. എൻ്റെ ചെടികളൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അവരുടെ കെയർ എത്ര നേരം ഗാർഡനിൽ നിന്നാലും, വെജിറ്റബിൾ ഗാർഡനിലായാലും, എനിക്ക് ആകെ ഒരു ഗാർഡനേ ഉള്ളൂ. ഗാർഡൻ എന്ന് പറയാനൊന്നുമില്ല, ഒരു മുറ്റം. ഞാനത് ഗാർഡനാക്കി സെറ്റ് ചെയ്ത് സ്വയം ഗാർഡൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പം നമ്മളെ മുറ്റത്ത് ചെടികളുടെ അടുത്തും ഈ നമ്മുടെ വെജിറ്റബിൾ പ്ലാന്റ്സിൻ്റെ അടുത്തൊക്കെ നമുക്ക് എത്ര നിന്നാലും എനിക്ക് ഏറ്റവും മടുപ്പില്ലാത്തൊരു ജോലിയെന്ന് വെച്ചാൽ ഈ ചെടികളുടെ അടുത്ത് നിന്ന് അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഞാൻ എൻജോയ് ചെയ്യുന്നൊരു കാര്യം. പിച്ചറ പൂക്കളെ കിട്ടിയിട്ടുള്ളൂ. കുറച്ച് പൂവിന് ബാൽക്കണിയിലുണ്ട്. നമുക്കതും കൂടെ കളക്ട് ചെയ്യാമേ. ബാൽക്കണിയിൽ ആകെ ഒരു പൂവേ ഉള്ളൂ. വെള്ള അഗസ്തിയാണ്. ഒന്നെങ്കിൽ ഒന്ന് അത് പിച്ചെടുക്കാം അല്ലേ. ഇനി നമ്മുടെ പയറുകുട്ടന്മാരുടെ അടുത്ത് പോവുകയാണ്. പയറും കുറച്ചേ ഉള്ളൂ, എന്നാലും ഞാനത് പിച്ചെടുക്കുവാണേ. ഒരു ചെറിയൊരു തോരത്തിനുള്ളൊരു പയറൊക്കെ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു തോരത്തിനുള്ള പയറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാമേ. അപ്പം ഗൈസ്, ഇന്നത്തെ എൻ്റെ സന്തോഷം ഇതൊക്കെയാണ്. രാവിലത്തെ ഒരു ചെറിയൊരു വിളവെടുപ്പാണ് നിങ്ങൾ കണ്ടത്. അതിൽ അഗസ്തിയുണ്ട്, നമ്മുടെ മുളകുണ്ട്, കോവയ്ക്കയുണ്ട്, പയറുണ്ട്, ചീര ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ്. അപ്പോൾ ഇത് ഒരു കാര്യവും നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് സന്തോഷം തരുന്നതാണെങ്കിൽ അത് എത്ര നിസ്സാരപ്പെട്ട കാര്യമാണെങ്കിലും അത് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുക. എന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു കൃഷി ചെയ്യുക. ഒരു സ്പേസ് കണ്ടെത്തുക. സ്ഥലമില്ലാത്തുള്ളവരാണെങ്കിൽ ടെറസിലോ ഗ്രോ ബാഗിലോ ഒക്കെ ചെയ്യാവുന്നതാണ്. എനിക്കും ഇവിടെ സ്ഥലം കുറവാണ്. മുറ്റമൊക്കെ കഴിഞ്ഞിട്ട് വളരെ കുറച്ച് സ്ഥലം മാത്രമേ നടാനായിട്ടൊക്കെ ഉള്ളൂ. ഞാൻ പിന്നെ ടെറസിലും ഗ്രോ ബാഗിലൊക്കെയാണ് എൻ്റെ കൃഷികളൊക്കെ ചെയ്യുന്നത്. അത്യാവശ്യം കുറച്ച് പ്ലാന്റ്സും കളക്ഷനൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് നിലത്ത് നടാനായിട്ടുള്ള സൗകര്യം വളരെ കുറവാണ്. എന്നാലും ഉള്ള സ്പേസ് മെനക്കെടുത്താണ്ട് പാഴിക്കളയാണ്ട് ഞാൻ എൻ്റെ കൃഷികൾ ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ ടു ആൾ. ഗുഡ് ബൈ.